ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കരിങ്ങനാട് CP സക്കീർ ഹുസൈൻ സ്മാരക ഗ്രന്ഥശാല ഓണാഘോഷം വിപുലമായി കൊണ്ടാടി. കഥ, കവിത, ചിത്രരചന മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങും ഗ്രന്ഥശാലയിൽ വെച്ചുകൊണ്ട് നാടകകൃത്തും ചിത്രകാരനുമായ പ്രൊഫസർ C. അബ്ദുൽ കരീം നിർവഹിച്ചു. VP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. CP ഷംസുദ്ദീൻ, നീലടി സുധാകരൻ, പരമേശ്വരൻ, മുസ്തഫ, ബഷീർ, നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. അപ്പൊ എല്ലാ പ്രദേശങ്ങളും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത്തരം കൂട്ടായ്മകളിലൂടെയാണ്, വായനശാലയിലൂടെയാണ് ഒരു നാടിന്റെ സംസ്കാരം ശരിക്കുണ്ടായിട്ടുള്ളത്. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വന്നിരിക്കും, വായിക്കും, എല്ലാ സമയത്ത് സംസാരിച്ചിരിക്കും ഒക്കെ ഉള്ളത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഏത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിലും അതിനകത്ത് സന്ദേശത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിന് നന്മയുണ്ട്. അപ്പൊ അത് ശരിയാണ്. അതല്ലാതെ ഈ ഒരു വായനശാല നമ്മൾ ഇവിടെ നിന്നിട്ട് വേണ്ട പരദൂഷണം പറയാനും മറ്റു കാര്യങ്ങളും പറയാനും ഇത് അപകടമാണ്. അത് നമ്മുടെ വീടായാലും അത് ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രാർത്ഥനാലയങ്ങളാണെങ്കിൽ പോലും ദുഷ്ചിന്തയും സംസ്ഥാനങ്ങളെ മോശമാണ്. അപ്പോൾ ഇവിടെ ഇത്രയും നല്ല ഈ ഒരു സൗകര്യത്തിൽ ഇത്രയും ചുരുങ്ങിയ സൗകര്യത്തിലുള്ള ഒരു ലൈബ്രറി കെട്ടിടം 6 മാസമാണെങ്കിലും അതിനകത്ത് ഒരുപാട് പഴക്കം ചെയ്യുന്നത് കാണുന്നത് ഭംഗിയായിട്ടുള്ള നല്ലൊരു കൂട്ടായ്മയാണ്. നാരായണ ലൈബ്രറി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവിടെ സ്ഥാപനമുണ്ട് അഭയം എന്ന് പറയുന്നത്. അവിടെ എല്ലാ ശനിയാഴ്ചകളിലും അവിടെയുള്ള അന്തേവാസികളുടെ മാനസിക പ്രശ്നങ്ങളുടെ ശാരീരിക വൈദ്യുകളുടെ 10-60 പേരുണ്ട് അവിടെ. അവരെ വിളിച്ചൊരു കുടുംബസംഗമത്തിൽ അവരെ കൊണ്ട് മുഴുവൻ പാട്ട് പഠിക്കും. അവർക്ക് അപ്പോൾ മാനസിക രോഗമുള്ള 65 വയസ്സുകാരൻ എന്ത് പാട്ട് പാടുമെന്ന് ചോദിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ അവർ പഠിച്ച ഒരു മലയാള പദ്യമാണ് ചെല്ലുന്നത്. അപ്പം ഒന്ന് ആലോചിക്കുക, നമ്മുടെ ബുദ്ധിയെ നമ്മൾ മുന്നിട്ട് പോയിട്ട് നമ്മുടെ ബുദ്ധിയെ മാനസിക പ്രശ്നം കൊണ്ട് നമ്മൾ അവരെ കൊണ്ട് പാട്ട് പാടണം, പഠിച്ച പാട്ട് പാടുന്ന പറയുമ്പോൾ അത് അവരിങ്ങനെ ചൊല്ലുക. അപ്പം ഞാനൊക്കെ അന്തം വിട്ടത്. കാരണം ഞാൻ പഠിച്ച പാട്ടുകൾ, എനിക്ക് 70 വയസ്സല്ല, അപ്പം ഞാൻ സ്കൂളിൽ പഠിച്ച പാട്ടുകൾ, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നില്ല പറഞ്ഞമ്മേ എന്ന് ഈ മാനസിക രോഗിയായിട്ടുള്ള ആ മാനസിക രോഗി ഇങ്ങനെ ഇരിക്കുക, കുറച്ചുകൂടി ഇരിക്കുക, ഒന്നിനും ഇരിക്കുക, സംസാരിക്കും. ഇങ്ങനെ കുറച്ചുകൂടി ഇരിക്കുന്ന ആള് സ്റ്റേജിൽ കയറി പാടുക. അതെന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് പാടുന്ന സമയത്താണ് അവരുടെ യഥാർത്ഥ ആ ഒരു സാധനം വരുന്നത്. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ